ഇന്ന് നമുക്ക് ഇരുമ്പൻ പുളി വെച്ചിട്ട് ഒരു അച്ചാർ നോക്കിയാലോ. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റാം. ഈ അച്ചാറിലേക്ക് ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായി വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. ഇതിന് ഓർക്കാപ്പുളി എന്നും പറയും ചില സ്ഥലത്തൊക്കെ. ഇത് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കുറേ സമയം വഴറ്റണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇരുമ്പൻ പുളി അധികം വെന്ത് പോവാതെ പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കണം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഇരുമ്പൻ പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയ അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. 1-2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എല്ലാ അച്ചാറും സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അതിനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.